കാശ്മീരിലെ നൗക പോലീസ് സ്റ്റേഷനിൽ ഇന്നലെ വലിയ പൊട്ടിത്തെറിയുണ്ടായി. ഇന്നലെ രാത്രി 11:30 പൊട്ടിത്തെറിയുണ്ടായത്. ആ പൊട്ടിത്തെറിയിൽ ഏകദേശം 9 പേർ കൊല്ലപ്പെട്ടു, 27 പേർക്ക് പരിക്കുണ്ടെന്നാണ് പറയുന്നത്. അവിടെ സൂക്ഷിച്ചിരുന്ന 2900 കിലോ എക്സ്പ്ലോസീവ് അലുമിനിയം നൈട്രേറ്റ് പിടിച്ചെടുത്ത് അവിടെയാണ് സൂക്ഷിച്ചിരുന്നത്. അത് ഡോക്ടർ ആദിൽ, ഡോക്ടർ മുസാഫിൻ, ഡോക്ടർ ഷഹീന എന്നിവരെയൊക്കെ അറസ്റ്റിനോടനുബന്ധിച്ച് 88 ബാഗുകളിലായി സൂക്ഷിച്ചിരുന്ന അലുമിനിയം നൈട്രേറ്റാണ് മുഴുവൻ പൊട്ടിത്തെറിച്ചെന്നു കരുതുന്നു. അതിഗംഭീരമായ ഒരു സ്ഫോടനമായിരുന്നു അത് എത്ര ബാഗ് പൊട്ടിത്തെറിച്ചു എന്നറിയില്ല. 88 ബാഗിനകത്താണ് ഇത് നിറച്ചു വച്ചിരുന്നത്. ഇത് തുടർച്ചയായ ഒരു പൊട്ടിത്തെറിയാണ് എന്ന് ചില പാകിസ്ഥാനിലും മറ്റുമുള്ള ചില ലഷ്കർ ഇ തോയ്ബ പോലെയുള്ള സംഘടനകൾ അവകാശപ്പെട്ടെങ്കിലും ജമ്മു കാശ്മീരിലെ DGP കൃത്യമായിട്ട് പറഞ്ഞു അത് അബദ്ധത്തിലുണ്ടായ ഒരു പൊട്ടിത്തെറിയാണ്. NIA ഉദ്യോഗസ്ഥന്മാരും അവിടുത്തെ സബ് ഇൻസ്പെക്ടറും ഒരു തഹസീൽദാർ ഉൾപ്പെടെയുള്ള 9 പേർ കൊല്ലപ്പെട്ടു. അത് രാത്രി 11:30 ആ 88 ബാഗുകളിൽ ആ അലുമിനിയം നൈട്രേറ്റ് അവിടുന്ന് നീക്കം ചെയ്യാനുള്ള സമയത്താണോ സാമ്പിൾ എടുക്കാനുള്ള സമയത്താണോ ഈ പൊട്ടിത്തെറി ഉണ്ടായത് എന്നറിയില്ല. അതേപ്പറ്റി അന്വേഷണം നടക്കുന്നുണ്ട്. ഇത് അബദ്ധത്തിലുണ്ടായ പൊട്ടിത്തെറി എന്ന് DGP പറഞ്ഞു കഴിഞ്ഞു. ഇതിനകത്ത് ഒരു സംഘടനയും അവരവകാശപ്പെട്ടതുപോലെ അവർക്കാർക്കും പങ്കില്ല. പോലീസ് സ്റ്റേഷനിലകത്ത് സൂക്ഷിച്ചിരുന്ന അലുമിനിയം നൈട്രേറ്റാണ് പൊട്ടിത്തെറിച്ചത്. അത് സുരക്ഷിതത്തിന് വേണ്ടി പോലീസ് സ്റ്റേഷനിൽ നിന്ന് മറ്റൊരു ഷെഡിലോട്ട് എങ്ങോട്ടും മാറ്റാനുള്ള ശ്രമത്തിലായിരിക്കണം ഈ അപകടം ഉണ്ടായത്. അതല്ലെങ്കിൽ സാമ്പിൾ എടുക്കാൻ രാത്രി വരുമോ ഇല്ലയോ എന്ന് സംശയം. രാത്രി സാമ്പിൾ എടുക്കാൻ വന്നതാണോ? ഫോറൻസിക് ഉദ്യോഗസ്ഥരും പോലീസും അവിടുത്തെ തഹസീൽദാരും ഉൾപ്പെടെയുള്ളവർ എവിടെയുണ്ട്. പലരും മരണപ്പെട്ടു. 9 പേര് സ്പോട്ടിൽ മരിച്ചു. 27 പേർക്ക് ഗുരുതരമായ പരിക്കുണ്ട്. അപ്പോൾ ഇത് ആ ഡോക്ടർമാർ, ചെങ്കോട്ടയിലെ ഡോക്ടർ ഉമർ നബിയുടെ പൊട്ടിത്തെറി നമ്മൾ കണ്ടു. അദ്ദേഹത്തിൻ്റെ ശരീരം ഛിന്ന ഭിന്നമായി പോയത് നമ്മൾ കണ്ടു. അവിടെയും വളരെയധികം ആൾക്കാർക്ക് അപകടമുണ്ടായി. പല ആൾക്കാർക്കും ഗുരുതരമായ പരിക്കേറ്റു. അവിടെ പൊട്ടിത്തെറിച്ച RDX അല്ലെങ്കിൽ ആ എക്സ്പ്ലോസീവ് സബ്സ്റ്റൻസിൻ്റെ ഭൂരിഭാഗവും നൗക പോലീസ് സ്റ്റേഷനിൽ സൂക്ഷിച്ചിരിക്കുകയായിരുന്നു. ആ സംഭവമായിട്ട് ബന്ധപ്പെട്ട് 3 ഡോക്ടർമാരെ അവിടുത്തെ നൗക പോലീസ് സ്റ്റേഷനിലെ കാശ്മീർ DGPയുടെ കീഴിലുണ്ട്. അതോടൊപ്പം തന്നെ ഒരു ലേഡി ഡോക്ടർ ഷഹീൻ ഉണ്ട്. മൊത്തം ഇതുമായിട്ട് ബന്ധപ്പെട്ട് വൈറ്റ് കോളർ ടെററിസ്റ്റ് എന്ന് ജെയ്ഷെ മുഹമ്മദ് പറയുന്ന 7 ഡോക്ടർമാരെ പോലീസ് കസ്റ്റഡിയിൽ ഇപ്പോൾ ഉണ്ട്. ഒരാൾ ഉമർ നബി കൊല്ലപ്പെട്ടു. കാശ്മീരിലെ ഈ സംഭവത്തോടു കൂടി ഇന്ത്യ തീർച്ചയായിട്ടും ടെററിസ്റ്റ് ഓർഗനൈസേഷനെ പാകിസ്ഥാനിലായാലും ഇന്ത്യക്കെതിരായിട്ട് എവിടെ ഇരുന്ന് നീങ്ങിയാലും അവരെ നശിപ്പിക്കാനുള്ള സാധ്യതയാണ് ഞാൻ കാണുന്നത്. നശിപ്പിച്ചേ പറ്റുള്ളൂ. ഇന്ത്യക്ക് സമാധാനം, ഇന്ത്യയുടെ ജനങ്ങൾക്ക് പ്രൊട്ടക്ഷൻ, ഇവിടെയുള്ളവർക്ക് ആപത്തുണ്ടാകാതിരിക്കണമെങ്കിൽ ഇന്ത്യക്കെതിരായിട്ട് മറ്റൊരു രാജ്യത്ത് ഇരുന്ന് ഇന്ത്യക്കെതിരായിട്ട് അക്രമം നടത്തുന്ന അവരെ നമുക്ക് സിന്ദൂർ ആ സമയത്ത് അവരുടെ ജെയ്ഷെ മുഹമ്മദ് ഉൾപ്പെടെയുള്ള ചില പാകിസ്ഥാൻ സംഘടനകളിലെ നമ്മൾ ആക്രമിച്ചു, പലരെയും കൊലപ്പെടുത്തി, അവിടുത്തെ വലിയ വലിയ കെട്ടിടങ്ങൾ നമ്മൾ ടാർഗറ്റ് ചെയ്തു, അവയൊക്കെ നശിപ്പിച്ചു. പക്ഷേ പാകിസ്ഥാൻ ഗവൺമെൻറ് ഇങ്ങനെയുള്ള ആൾക്കാരെ അത് സപ്രസ് ചെയ്യുകയോ അല്ലെങ്കിൽ അവരെ വിലക്കുകയോ ഒന്നും ചെയ്യാറില്ല. ആവശ്യമുള്ള സഹായങ്ങൾ കൊടുക്കുന്നു. പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെ സഹായം ഇതുപോലെയുള്ള സംഘടനകൾക്കുണ്ട്. അതുകൊണ്ട് ഇന്ത്യ തീർച്ചയായിട്ടും വളരെ കരുതലോടെ മുന്നോട്ട് നീങ്ങി
പാകിസ്ഥാനിൽ പ്രവർത്തിക്കുന്ന, ഇന്ത്യക്കെതിരായിട്ട് പ്രവർത്തിക്കുന്ന, പാകിസ്ഥാനിലും ജമ്മു കാശ്മീരിൻ്റെ ഭാഗത്തെ ബോർഡറിലൊക്കെ പ്രവർത്തിക്കുന്ന ഇതുപോലുള്ള സംഘടനകളെ നിശേഷം നശിപ്പിക്കാനുള്ള നടപടി എടുക്കുമെന്നാണ് ഞാൻ കരുതുന്നത്. തീർച്ചയായിട്ടും നമ്മുടെ ആൾക്കാർക്ക് ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കണമെങ്കിൽ അത് ഇന്ത്യക്കകത്ത് എന്നുള്ള ഒരു ശക്തിയല്ല, വിദേശത്തുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യയോട് ശത്രുത പുലർത്തുന്ന അവരുടെ ശ്രമഫലമായിട്ടാണ് ഇന്ത്യയിലെ പല ആൾക്കാരെയും, പ്രത്യേകിച്ച് വൈറ്റ് കോളർ ക്രൈം ചെയ്യാം, വൈറ്റ് കോളർ ടെററിസ്റ്റുകൾ തന്നെ വിളിക്കാം, അവരെയൊക്കെ സംഘടിപ്പിച്ച് ഇന്ത്യക്കെതിരായിട്ട് നിൽക്കുന്ന ഈ പ്രവണത അതിൻ്റെ റൂട്ടിൽ തന്നെ ഇന്ത്യ തിരിച്ചടിക്കും എന്നാണ് ഞാൻ കരുതുന്നത്.